ഇറാൻ അമേരിക്ക യുദ്ധം ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുകയാണ്. ഈ യുദ്ധത്തിൽ രാജ്യത്തെ പ്രശസ്തമായ സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് യുഎസിനും ഇസ്രായേലിനുമെതിരെ ഇറാൻ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിക്കും ഇസ്ഫഹാനിലെ ഇസ്ഫഹാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിക്കും നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രതികാരം ചെയ്യും എന്നാണ് നിലവിൽ പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. ഇറാന്റെ ശാസ്ത്രീയ അടിത്തറയും സാംസ്കാരിക പൈതൃകവും നശിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് ഇറാൻ നിലവിൽ പറയുന്നത്. പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളിലെ ഇസ്രായേലി സർവകലാശാലകളും യുഎസുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിരിക്കും ഇനി തങ്ങളുടെ മിസൈലുകളുടെ പ്രധാന ലക്ഷ്യമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ സർവകലാശാലകളിലെ പ്രൊഫസർമാരോടും വിദ്യാർത്ഥികളോടും ജീവൻ രക്ഷിക്കാൻ ക്യാമ്പസുകളിൽ നിന്ന് കുറഞ്ഞത് 1 കിലോമീറ്റർ അകലെ നിൽക്കാൻ IRGC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവകലാശാലകൾക്കും ഗവേഷണ കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാവി തകർക്കാനുള്ള ശ്രമമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഗായ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇറാനിലെ തെക്കൻ നഗരമായിട്ടുള്ള മിനാബിലെ ഷാജറെ തയാബെ പ്രൈമറി സ്കൂൾ ആക്രമിച്ചതിനെ ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഖ്ചി ശക്തമായി അപലപിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ ഏകദേശം 170 നിരപരാധികളായ വിദ്യാർത്ഥികളും അധ്യാപകരും കൊല്ലപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ സംസാരിച്ച അദ്ദേഹം സംഭവത്തെ യുദ്ധക്കുറ്റമെന്നും മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമെന്നുമാണ് വിശേഷിപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ഇറാനിയൻ എംബസി 2 US നേവി ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിക്കുകയും സ്കൂളിന് നേരെയുള്ള മിസൈൽ ആക്രമണം അവരുടെ ഉത്തരവ് അനുസരിച്ചാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് യുദ്ധത്തിൽ ഇതുവരെ കുറഞ്ഞത് 600 ഇറാനിയൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെങ്കിലും സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുകയോ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെ ഒഴികഴിവായി ഉപയോഗിച്ച് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ പൈതൃകവും മനഃപൂർവ്വം നശിപ്പിക്കുകയാണെന്ന് ഇറാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.